നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്ന് സംസാരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഹൂതികളുടെ രംഗപ്രവേശനം. നാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോഴാണ് ഹൂതികൾ ഇസ്രായേലിന് നോർത്തേൺ സൈഡിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്ത് മെസ്സേജാണ് പറയാൻ ശ്രമിക്കുന്നത്? അതോടൊപ്പം തന്നെ പറയാൻ ശ്രമിക്കുന്നത് ഇറാനിൽ എന്ത് സംഭവിക്കുന്നു, അമേരിക്ക അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറയാം. ഹൂതികളെ വർഷം ഒക്ടോബർ 7 ആരംഭിച്ച ഈ ഒരു ജംഗ് യുദ്ധത്തിന് ശേഷം ഹൂതികൾ അടിച്ച് എല്ലാ നേതാക്കന്മാരെയും അവരുടെ പറഞ്ഞയച്ച ശേഷം മുന്നേറിയിരുന്ന ഇസ്രായേൽ ഹൂതികളെയും ഹിസ്ബുള്ളയും ഹമാസിനെയും ഒക്കെ ഒരു വഴിക്കാക്കിയപ്പോൾ ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇറാൻ ഇറാൻ വർഷങ്ങളോളം എടുത്ത് പുതിയ യൂണിഫോം, പരിശീലനം, പുതിയ വെടിക്കോപ്പുകൾ എല്ലാം കൊടുത്ത് വിട്ട സംഘടനയാണ് ഈ പറയുന്ന ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും. 3 ആഴ്ചകളായിട്ടും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള അനക്കവും ഇല്ല. ഇറാൻ എന്ന് പറയുന്ന അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇറാൻ മാർപീറ്റ്, എന്നും അടി കൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കുന്നുണ്ട്, ശരിയാണ്. തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ആരെ അടിക്കാൻ ശ്രമിക്കുന്നേ? ചുറ്റുമുള്ള സൗഹൃദ ദേശങ്ങളായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലേക്കുള്ള ദേശങ്ങളിൽ കുറേ മിസൈലുകൾ അയക്കുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടി കിട്ടുമ്പോൾ ഇറാനിൽ നിന്ന് ഫോൺ വിളി പോവുകയാണ് ഹൂതികൾ എടുക്കുക. എന്താ പരിപാടി? നേരം കുറേ സാധനമൊക്കെ തന്നയച്ചിട്ട് എന്താ അയക്കാത്ത? ഹൂതികളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഹൂതികൾ ഞെട്ടിപ്പിടിച്ച് എന്താ നിങ്ങൾ ചെയ്യണ്ടേ? ആ സാധനം എടുത്ത് തന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇസ്രായേലിലേക്ക് അയക്കുക. അങ്ങനെ ഹൂതികളുടെ രംഗപ്രവേശനം സൂചിപ്പിക്കുന്നത് ഇറാൻ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹായത്തിന് കേണപേക്ഷിച്ച് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ഹൂതികൾ മാത്രമേ ഉള്ളൂ. ഹിസ്ബുൾ, ഹമാസ് ഒക്കെ എല്ലാം തീർന്നു, എല്ലാം ബംഗാറിന് അടിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എത്ര കാലം മുന്നോട്ട് പോകും ഈ ഹൂതികളുടെ ഈ ആക്രമണം? അധികാലം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അവർ 2-3 ദിവസം കഴിയുമ്പോൾ അവരും ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഇറാന്റെ ഇസ്രായേലിന്റെ ഈ പറയുന്ന കായികമായിട്ടുള്ള അവരുടെ ഈ പറയുന്ന കൈകാര്യം ചെയ്യലും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഹൂതികൾ ഒരു പുകമര സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന 4-5 മിസൈലുകൾ. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കായിരിക്കും, ഇസ്രായേലിൽ ഞങ്ങൾ തുരുതുരാ മിസൈലുകൾ പോകുന്നും ബിൽഡിംഗ് തകർക്കുന്നതും കാണുന്നുണ്ട്, എന്നിട്ട് ഇവന്മാർക്കൊരു ഒരു വിഷമവും ഇല്ല? ഇവന്മാരെ എന്താ പറയുന്നത്, കാര്യങ്ങളൊക്കെ പഴയ പോലെയാണല്ലോ ഇസ്രായേലിൽ. ഇവർ സൈറൻ കേൾക്കുമ്പോൾ ഇവർ ബങ്കറിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ എല്ലാം പഴയ പോലെ. കാരണം ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇസ്രായേലിൽ 100 അല്ലെങ്കിൽ 150 ബലിസ്റ്റിക് മിസൈൽ വന്നാലും അവർക്ക് പേടിയില്ല. ശരിയാണ്, നാശനഷ്ടം ഉണ്ടാകാം, ബിൽഡിങ്ങുകൾ തകരാം, ഒരുപക്ഷെ ആളുകൾ മരിക്കാം. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ബലിസ്റ്റിക് മിസൈൽ അല്ല, ന്യൂക്ലിയർ ആണ് അവരുടെ പേടി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കണ്ടല്ലോ, ഈ പറയുന്ന 1000-ഓളം ഡ്രോണുകളും 2000-ഓളം 3000 ബലിസ്റ്റിക് മിസൈൽ ആർക്ക് വേണ്ടിയാണ്? അതെല്ലാം ഇസ്രായേലിന് വേണ്ടിയാണ്. ഒരു ന്യൂക്ലിയർ ഉണ്ടാക്കിയാൽ, ഇറാൻ ന്യൂക്ലിയർ ഉണ്ടാക്കിയാൽ അതോടെ ഇസ്രായേൽ അവസാനിച്ചു. അതുകൊണ്ട് അവർക്ക് ബലിസ്റ്റിക് മിസൈലുകളുടെ പേടിയല്ല. അവർക്ക് യാതൊരു പേടിയില്ല. അഥവാ അയൺ ഡോം അല്ലെങ്കിൽ തഡോ, ഡേവിഡ് സ്ലിങ്ങോ പരാജയപ്പെട്ട് 5-10 അകത്ത് കടന്ന് ബിൽഡിംഗ് തകർന്നാലും ഇസ്രായേലിന് യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് എന്നാലും ആശ്വാസമാണ്. ഇത് മനസ്സിലാക്കുക നിങ്ങൾ വ്യക്തമാക്കി. അവരുടെ യഥാർത്ഥ പേടി എന്ന് പറയുന്നത് അണുവായുധം മാത്രമാണ്. ഇവിടെ തിരിച്ചു ചോദിക്കാം, ഇസ്രായേലിന് അണുവായുധമുണ്ടോ? ഇസ്രായേലിനോട് ഞാൻ പല ഇന്റർവ്യൂസിലും ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, അവരുടെ IDF-നോട്, നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ? അപ്പോൾ അവർ മറുപടി പറയും, നല്ല കാലാവസ്ഥയാണെന്ന്, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ടോ? അപ്പോൾ തിരിച്ചയാൾ ചോദിക്കുകയാണ്, നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാലോ എന്ന്. അണുവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുകയാണ് ഇസ്രായേൽ. തന്ത്രപൂർവ്വമായിട്ടുള്ള ഒഴിഞ്ഞു മാറലാണ്. ഇതാ ഇറാന്റെ പരിപാടി. എന്താ? ഞങ്ങളിലുണ്ട് 60% എൻറിച്ചുണ്ട്. എന്തിനാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്? ഉണ്ടാക്കിയാൽ പോരെ? ഇസ്രായേലിന്റെ കയ്യിൽ 210% സാധനം കയ്യിലുണ്ട്. അവരുടെ ഒരു ലെവല് വരികയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജൂതം പ്രയോഗിക്കും, യാതൊരു സംശയമില്ല. അതുപോലെ ചെയ്താൽ പോലെ ഇറാനും. എന്തിനാണ് ഈ തൊള്ള തുറന്ന് വലിച്ചു കീറുന്നത്? 60% ഉണ്ട്, 65 ഉണ്ട്. ഉണ്ടാക്കിയാൽ പോരെ? ഉണ്ടാക്കിയെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ പോരെ? മിണ്ടാതിരുന്നാൽ പോരെ? സത്യമല്ലേ ഞാൻ ചോദിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ലക്ഷ്യം. ഇപ്പം അമേരിക്കയുടെ ഓരോ വിമാനങ്ങളൊക്കെ തകർക്കുന്നുണ്ട് ഒരുപാട് പേര്. വളരെ സന്തോഷപ്പെടുക. സുഹൃത്തുക്കളെ, അമേരിക്കയുടെ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ആണ്. അമേരിക്കനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിഫൻസ് കോൺട്രാക്റ്റ് ആണ്. ഇന്ത്യ, ചൈന എന്ന് പറഞ്ഞ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇക്കോണമി മുന്നോട്ട് പോകുന്നത്? ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ.
പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, റോഡുകൾ ഉണ്ടാക്കുക. അതിൽ കൂടിയാണ്, കൺസ്ട്രക്ഷനിൽ കൂടിയാണ് നമ്മുടെ ഇക്കോണമി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ജോലി കിട്ടുന്നു, പണം മാർക്കറ്റിൽ ഇറങ്ങുന്നു. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസം കൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കുന്ന രാജ്യമാണ്. അത്രയധികം ശൃംഖല അവർക്കുണ്ട്, അത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത്രയധികം അവർക്ക് ലോജിസ്റ്റിക്സ് ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. അവർക്ക് 1 2 പോയി എന്ന് കരുതിക്കൊണ്ടൊന്നും അമേരിക്കക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ വീണ്ടും ഉണ്ടാക്കും, വീണ്ടും ഉണ്ടാക്കിയാലേ അവിടെ ജോലികൾ വരുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ഈ എക്കോണമി പുഷ്പിക്കാൻ പറ്റുള്ളൂ. അവർ എക്കോണമി ഇസ് ഡിപ്പെൻഡ് ഓൺ ഡിഫൻസ്. അത് എയർക്രാഫ്റ്റ് ആയാലും മിസൈലുകളായാലും. പിന്നെ അവർക്ക് റഡാർ സിസ്റ്റം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ അറിവിൽ. അതൊക്കെ ഒരു പക്ഷേ അതൊക്കെ സമയം എടുക്കുമായിരിക്കും. ഇപ്പം മനസ്സിലായി വിചാരിക്കുകയാണ് നിങ്ങൾക്ക്. അതായത് അമേരിക്കയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫൻസ് ഡീലാണ്. പിന്നെ ഇസ്രായേലിന് ഇതൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഹൂതികളുടെ വരവെന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് അടിച്ചും അത് കഴിഞ്ഞ് മിണ്ടാതിരിക്കും. ഇവിടെ മെയിനായിട്ട് സംഭവം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്, ഇറാനിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അടികിട്ടി. ഇവിടെ 90% മലയാള മാധ്യമങ്ങളിൽ സംസാരിക്കുന്ന ഒരുത്തനും ഇറാനിൽ പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല ഇറാനിൽ. അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി മലയാളം ചാനലിൽ പറയുന്നവനും വിവരമില്ല, ഒരുപക്ഷെ എനിക്കും വിവരമില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം എന്ന് പറയുന്നത്, ഇസ്രായേൽ അവരുടെ ഏറ്റവും അവസാനത്തെ, അതായത് അവരുടെ ന്യൂക്ലിയർ റിയാക്ടർ, അത് ഈ പറയുന്ന പോലെ പ്രകൃതി നമ്മുടെ ഈ ഇലക്ട്രിസിറ്റിക്ക് വേണ്ട ബുഷർ എന്ന് പറയുന്ന അവസാനം അതുപോലും അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ചുറ്റും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു രക്ഷയില്ലാത്ത രീതിയിലേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ സംഭവിക്കുന്ന തിരിച്ചു വരാവുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇറാനെ എത്തിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് ട്രംപ് എന്ന് പറഞ്ഞ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് 5 ദിവസത്തേക്ക് അമേരിക്ക വെടിനിർത്തൽ എന്ന് പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അവരുടെ വഴിയിൽ, വേറെ വഴിയിൽ കൂടെ അവർ അടിക്കുന്നു. അവർ കണ്ടോടത്തൊക്കെ കയറി അടിക്കുന്നു. എവിടെയെങ്കിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ അടിക്കുന്നു, ഇവരും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി 90% ഒരു മനുഷ്യർക്കും വ്യക്തമായ ധാരണയില്ല. എനിക്കും ധാരണയുണ്ടാകാൻ എനിക്കുമില്ല, അതോടൊപ്പം തന്നെ മലയാളത്തിലുമില്ല. പിന്നെ വെറുതെ എന്തിനും വിളിച്ചു പറയാം, എന്ത് സന്തോഷപ്പെടുത്താനായിട്ട് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറയുന്നത് കേട്ടു, അമേരിക്ക ടെക്സസിൽ എന്തോ ഒരു ബോംബ് പൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നാട്ടിലേക്ക് ഫോൺ വിളിച്ചു, പല ചാനലുകളും പ്രയോഗിക്കും. ഞാനൊരു കാര്യം പറയണം മക്കളെ, അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്കൻ മണ്ണിൽ ഇറാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ദ സോയിൽ, അമേരിക്കൻ ടെറിട്ടറിയിൽ സോയിലിൽ എന്തെങ്കിലും പണിത് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരെ സാധനം എടുത്ത് പ്രയോഗിക്കും. അതായത് 9/11, അതായത് 9/11 പുറകെ രാജ്യങ്ങളായിട്ടുള്ള ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, സിറിയ, ഈ പറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നശിപ്പിച്ച്, ആ രാജ്യങ്ങളുടെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. എന്ത് ഇറാഖിൻ്റെ അവസ്ഥ എന്താണ്, അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ എന്താണ്, ലിബിയയുടെ അവസ്ഥ എന്താണ്, സിറിയ, ആ രാജ്യങ്ങൾ പോലെ ഇവൻ കുട്ടിച്ചോറാക്കും. ഇവനെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് അറിയാം. ആർക്കറിയാം? ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് അമേരിക്ക ഒരിക്കലും അമേരിക്കയുടെ സോയിൽ, മണ്ണിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യില്ല. അമേരിക്കയുടെ മണ്ണിലേക്ക് യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇവൻ അത് പ്രയോഗിക്കും. അതായത് അമേരിക്കയുടെ മണ്ണിൽ പോലും അല്ല ഈ പേൾ ഹാർബർ ഉള്ളത്, ഹവായിലാണ്. ഇവിടുന്ന് വർഷപ്പെടും മൈലുകൾക്ക് അപ്പുറത്ത് അമേരിക്കയുടെ ദ്വീപ്, ഒരു സ്റ്റേറ്റാണ് ഹവായ് എന്ന് പറയുന്നത്, അപ്പുറത്താണ്, ഒരു ദ്വീപാണ്. അവിടെയാണ് അവൻ കൊണ്ടിട്ടത്. ആര്? ജപ്പാൻ. ആ പേൾ ഹാർബറുള്ള ആ അമേരിക്കൻ മണ്ണിൽ പോലും വരേണ്ട വന്നില്ല. അന്ന് അവനെടുത്ത് പ്രയോഗിച്ചിരിക്കണം. മനസ്സിലാക്കുക. അതായത് ഈ യുദ്ധത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത് അധികം നാൾ നീണ്ടുപോകും എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം 72 മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ ട്രംപ് സ്വമേധയാ വിജയം പ്രഖ്യാപിച്ച് തിരിച്ചു വരും. ബാക്കിയുള്ള അവിടുത്തെ ഈ പറയുന്ന ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രംപ് പറയും അത് ഇസ്രായേലും UAE പിന്നെ ഇവരൊക്കെയുമായിട്ട് അങ്ങ് പറഞ്ഞു തീർത്തേക്കുക. അത് വ്യക്തമാക്കി മനസ്സിലാക്കുക. UAE $1.5 ട്രില്യൺ ബിസിനസ്സാണ് അമേരിക്ക ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? മിഡിൽ ഈസ്റ്റ് ശാന്തമാക്കി. മിഡിൽ ഈസ്റ്റിലുള്ള ദേശങ്ങൾക്ക്, UAEക്കും ബഹ്റിനും കുവൈറ്റിനും സൗദിക്കും ഇസ്രായേൽ എല്ലാ വെല്ലുവിളി. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മണ്ടന്മാരും മൂടന്മാരുമാണ്. സുന്നി രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഷിയ ആയിട്ടുള്ള ഇറാൻ തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അതായത് സുന്നി രാജ്യങ്ങളെ ഇസ്രായേലുമായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഹൂതികളുടെ വരവ് നിങ്ങൾക്ക് മനസ്സിലായി. അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ് മാത്രമാണ്. അവൻ ബിസിനസ് ചെയ്തിരിക്കും. 2 3 എയർക്രാഫ്റ്റ് പോയെന്നും അവനൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ റീലുകളിട്ട് സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം.